ചേട്ടാ മനുഷ്യന്റെ മരിച്ച സമയത്ത് ചേട്ടന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒത്തിരി ഇപ്പോഴും ഉണ്ടല്ലോ പ്രശ്നം, ഇപ്പോഴും ഉണ്ട് മാനസിക പ്രശ്നം. മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടായി പോലെ, കുടുംബമൊക്കെ വല്ലാതെ ആയിപ്പോയില്ല അവനെ. പിന്നെ ചുമ്മാ ആൾക്കാർക്ക് ഈ 2000 രൂപയുടെ മൊബൈലും മേടിച്ചുണ്ട്. 2000 രൂപ ഉള്ള കാർബൺ എന്ന് പറയുന്ന മൊബൈൽ കിട്ടും. 2000 രൂപ എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് കട്ടും മോട്ടിച്ച് എന്തെങ്കിലും ഇച്ചിരി പൈസ എടുത്ത് ഒരു 25 രൂപയുടെ ചാർജ് ചെയ്യും 3 ദിവസത്തേക്ക്. എന്നിട്ട് മണിയുടെ ഒരു പടവും എൻ്റെ ഒരു പടവും ഇട്ടിച്ച് താങ്ങുമല്ലേ, പോയി അത് പോയി, അതങ്ങോട്ട് സ്പ്രെഡായി. അവന് വല്ല മുടക്കമുള്ളൂ. വല്ലവൻ്റെയും പൈസ മോട്ടിച്ചെടുത്തു. കാർബൺ അവിടെ നിന്ന് കടന്നും കിട്ടി. വീടുമില്ല കുടുംബമില്ല, ഒരു സൈഡിൽ മാറി എന്ന് വെച്ച് ഒറ്റ പോക്ക്. ചേട്ടാ ആ ഒരു കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ആ വിവാദം എങ്ങനെയാ ചേട്ടാ ഫേസ് ചെയ്ത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, തെറ്റ് ചെയ്യാത്തവർക്ക് എങ്ങനെയും തരണം ചെയ്യാം. ആ സത്യവാ. തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ തരണം ചെയ്യുമ്പോഴാണ് പിടിക്കപ്പെടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത നുണയും പറഞ്ഞ് അവിടെ തപ്പി ഇവിടെ തപ്പി ആ നുണ മാറ്റാൻ ഇവിടെ ഒരു നുണ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോയി 7:15 സംസാരിച്ച് 11:15 പിരിയുന്നവരെ മണിയുമായിട്ടുള്ള കഥയും പറഞ്ഞ് ഞങ്ങളവിടെ സൗകര്യസെല്ലാം നിർത്തി 2 പടത്തിൻ്റെ കാര്യം പറഞ്ഞ് പിരിഞ്ഞു. ഇതാണ് അവിടെ മൊഴി കൊടുത്തതാണ്. അതല്ലേ നടന്നത്. നമ്മുടെ ഭാഗം അതാണ്. അതിന് ശേഷമോ അതിന് പ്രീവിയസ് ആയിട്ട് എന്ത് നടന്നു ഒന്നും നമുക്കറിയേണ്ട ആവശ്യം നമ്മൾ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഇത് തെളിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും മക്കളെ ഞങ്ങൾക്ക് വല്ലാതെ ഇല്ലേ. ഇത് കറക്റ്റായിട്ട് ഇത് തെളിയണ്ടേ. സ്വാഭാവിക മരണമാണെന്നോ ആത്മഹത്യയാണെന്നോ അതൊരിക്കലും നടക്കില്ല. ഒരിക്കലും. അയാൾ ജീവിക്കാവുന്നതിൻ്റെ പരമാവധി അവൾ ജീവിച്ചത്. പിന്നെ മണിയുടെ മരണത്തിൽ സിനിമാക്കാർക്കും നഷ്ടമില്ല. അത് മണിയല്ലേ വേറൊരു മണിയുടെ പോലെ അവനവൻ്റെ ആൾക്കാർക്കും അല്ല. അതൊന്നുമല്ല മോനെ. പോയത് ആർക്കെന്ന് വെച്ചാൽ ആരും വേണ്ടാതെ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. ആർക്കും വേണ്ട, മക്കൾക്ക് വേണ്ട, സ്വന്തക്കാർക്കും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയുള്ള ഞാൻ കാണിച്ചു തരാം പലരും. അങ്ങനെ കിട്ടുന്ന ആൾക്കാരെ അയാൾ തപ്പിപ്പിടിച്ച് എൻ്റെ കണ്ണിനുണ്ടല്ലോ ഇങ്ങനെ മൂക്കൊക്കെ പിള്ളേരെ പിഴിഞ്ഞിട്ടേ ഇങ്ങനെ പിഴിഞ്ഞേച്ച് അയ്യോ ചേട്ടാ അതിന് ഈ വയ്യാതെയുള്ള പിള്ളേരില്ല ഇങ്ങനെ അത് വന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞേച്ചതൊക്കെ തൂത്തിട്ട് അയ്യോ ഇതിൻ്റെ മുഖം തുടച്ചോളാം കളഞ്ഞിട്ട് അയാൾക്കടെ മേത്ത് തന്നെ വെച്ച് തേച്ച് അതിനെ കുളിപ്പിച്ച് അതിൻ്റെ ഭക്ഷണം മേടിച്ചു കൊടുത്ത് നല്ല മനസ്സുള്ള മനുഷ്യൻ. അത് നല്ല മനസ്സുള്ളവർക്ക് ഇവിടെ ചാൻസ് ഇല്ലെന്നേ. എന്തായാലും ഞാനൊന്ന് ആഹാരം വിളമ്പട്ടെ. പത്തിരി വേറൊരു കാര്യം ഞാൻ എൻ്റെ ഈ കോമ്പിനേഷനെ ഈ സംഭവം ഞാൻ പത്തിരി മീൻകറിയും ഞാൻ ആദ്യമായിട്ടാണ്. ഇതൊരു സ്പെഷ്യലാ. ഞങ്ങൾ പത്തിരി ഇറച്ചിയോ വാ ചെയ്യുന്നേ. ഇതിന് ശരിക്കും നെയ്പത്തിരി കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സാധാ പത്തിരി. ശരിക്കും പറഞ്ഞാൽ ഈ പത്തിരിക്ക് ഇറച്ചിക്കറി ആ സ്വാദ്. എന്നാലും ചേട്ടൻ ഒന്ന് കഴിച്ചു നോക്കി. ഒന്ന് കഴിയേക്കാം. പിന്നെ എന്നാ കഴിക്കൂ. പിന്നെ എന്നാ അല്ല ആനി കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ എനിക്ക് ചേട്ടൻ ആ ഇടുക്കിന്ന് എന്നെ സ്പെഷ്യൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാനൊന്ന്. അല്ല ഞാൻ പറയണൊക്കെ ഞാൻ ആനി പറഞ്ഞ കേട്ടോ. ആനി കഴിക്കുന്നില്ലേ? ഇല്ല ചേട്ടൻ കഴിച്ചു നോക്കിയിട്ട് അങ്ങനെയല്ല, അതിനൊരു കഥയുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ചേട്ടൻ ധൈര്യമായിട്ട് കഴിച്ചോ. അതായത് കലാഭവനിലെ കൊച്ചിൻ കലാഭവനിലെ അച്ഛനെ പരിചയമുണ്ടോ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. ആബേൽ ഫാദർ പ്രചോദേട്ടൻ വന്നപ്പോ പറഞ്ഞായിരുന്നു വിശേഷമൊക്കെ. അതും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമായിരുന്നു. അങ്ങനെ യേശുദാസും ഒക്കെ ആയിട്ട് ദാസേട്ടനൊക്കെ ആയിട്ട് വലിയ അങ്ങനെ ദാസേട്ടനല്ല കലാഭവൻ എന്ന് പേരിട്ടെ. പുള്ളി കലാഭവനം എന്നങ്ങാണ്ടായിട്ടെ, കലാസദനോ കലാഭവനോ എന്നങ്ങാണ്ട് ആബേലച്ചനിട്ടെ. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു തീറ്റ ഇച്ചിരി എടുത്ത് വെച്ചാൽ ആ ടേസ്റ്റാ. പിന്നെ ഇടയ്ക്ക് തിന്ന് വെച്ച് ടേസ്റ്റ് പറയാൻ ഉള്ളൂ. ആദ്യത്തെ ടേസ്റ്റ് അത് കഴിഞ്ഞ് വെച്ച് കഥ കേട്ടോ. പിന്നെ പത്തിരി ഇടുക്കി നെമ്മീന ഈ തിന്നു കഴിഞ്ഞിട്ട് കുറച്ച് തിന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ? ഒന്നും ഞാൻ കാണിക്കില്ല, അതൊന്നും നമ്മൾ പറയാനല്ല. ഈ ഉണ്ടാക്കി മീൻകറി, പത്തിരി, ഈ പ്ലേറ്റ്, ഈ സെറ്റപ്പ് മൊത്തം അടിപൊളിയായി. അടിപൊളിയാണ്. നല്ല ഉഗ്രം മീൻകറി, നല്ല മീൻകറിയാ. പക്ഷെ ഇത് ഞങ്ങളുടെ ടേസ്റ്റ് അല്ല, ഇത് വേറെ. അല്ല ഇത് ഈ കറിയുടെ ഒരു നല്ല വൃത്തിയുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല കറിയാ. ഞാൻ മറ്റേ കഥ പറഞ്ഞല്ലോ, ചേട്ടൻ കഴിക്കാം. അതായത് ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാന്ന് പറഞ്ഞതിന്റെ ഒരു കഥ പറയാം. അപ്പൊ ആവേശനെന്നും ഇങ്ങനെ ഇറങ്ങി കലാഭവന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കും. അപ്പം കലാഭവൻ ഒരു ഇത് ഇപ്പുറത്തും കലാഭവൻ നടുക്കൂടെ അവിടെ ഒരു വീടുള്ളതിനകത്തേക്ക് ഒരു റോഡുണ്ട്. കലാഭവൻ്റെയാണ് അവരുടെയൊക്കെ കൂടി ആ ഭാഗത്ത്. അപ്പോൾ ചോദിക്കുക ആന ചേട്ടൻ കലാഭവൻ ജാഫർ എന്ന് പേരിടാൻ ഞാൻ ചോദിച്ചു. കലാഭവൻ എന്ന് പേര് കിട്ടിയ ആൾക്കാരുണ്ട്. കലാഭവൻ റഹ്മാൻ ആദ്യം റഹ്മാൻ കലാഭവൻ കൂട്ടിയിട്ട് റഹ്മാനക്ക കലാഭവൻ കൂട്ടി. പക്ഷെ അത് അടിച്ച് തകർത്ത് വന്നത് കലാഭവൻ മണി.
അല്ലേ? കലാഭവൻ കറക്റ്റ് കിട്ടിയ കലാഭവൻ അൻസാർക്കൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ വേറെ തട്ടുകളാണെങ്കിലും പക്ഷേ ഈ കലാഭവൻ കിട്ടിയത്. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചു, അന്ന് ജാഫർ ഇടുക്കി എന്നിട്ട് നാട് കൂട്ടിയിട്ടുള്ള നാട് കലാഭവനെ വർക്ക് ചെയ്തില്ല. അപ്പോൾ കലാഭവൻ ഇടാൻ പാടില്ലാണോ? ഇല്ല കേട്ടോ, ഞാൻ കലാഭവൻ ഇട്ടില്ല. അതൊരു ആ കലാഭവൻ്റെ ഇടയ്ക്കൂടെ വഴിക്കൂടെ അപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിലേക്ക് പാല് കൊണ്ട് കൊടുക്കുന്ന ചേട്ടനോട് ഞാൻ ഒരു ദിവസം പേര് ചോദിച്ചു, കലാഭവൻ രവിന്ന്. കലാഭവൻ്റെ നടുക്കൂടെ പാല് കൊണ്ടുപോവുക. പേര് ചോദിച്ചാൽ പോലെ എൻ്റെ പേര് എന്താ പേര്? കലാഭവൻ രവി. 2 കുപ്പി പാലും കയ്യിരിപ്പുണ്ട്. അപ്പോൾ കണ്ടവർ എല്ലാ പേര് കഴിഞ്ഞാൽ എനിക്കൊരു ഇത് വേണ്ടേ. അപ്പം ഞാൻ ഇടുക്കി ജാഫർ ഇടുക്കി എന്ന് കേട്ടു. അതുകൊണ്ട് എൻ്റെ നാട് ഞാൻ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എനിക്ക് 10 പ്രാവശ്യം പറയാൻ പറ്റും. അപ്പം അച്ഛൻ പറഞ്ഞു, എന്നെ പലരും കല്ലെടുത്തെറിഞ്ഞു. അച്ഛനെ മൂക്കെ പിടിക്കുന്നേ അങ്ങനെ പറയുള്ളൂ. എൻ്റെ യാത്രക്കിടയിൽ എന്നെ പലരും കല്ല് പിറക്കി എറിഞ്ഞു. ഞാൻ ആ കല്ലെടുത്തവരെ തിരിച്ചറിഞ്ഞില്ല. ഞാൻ ആ കല്ല് പിറക്കി കൂട്ടി പാവപ്പെട്ട കലാകാരന്മാർക്കൊരു കലാഭവനം ഉണ്ടാക്കി കൊടുത്തു. നല്ലൊരു വാക്കല്ലേ അത്? ആ എറിഞ്ഞ കല്ലല്ല, അയാളൊക്കെ ഇവിടെ കൊണ്ടു ആ കല്ലെടുത്തിട്ട് തിരിച്ചറിയല്ലേ അത് പറക്കി കൂട്ടി കലാഭവൻ പണിതു. അവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്കെല്ലാം അവിടെ കലാഭവൻ ഉത്തരവാദിത്തമുള്ള, അല്ലാതെ ഒരാൾക്കും എഴുതി കൊടുത്തില്ല പുള്ളി. അതാണ് അങ്ങനെ, അതാണ് ദൈവം, ജീവിച്ചിരുന്ന ദൈവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ മുറ്റത്തൂടെ വല്ലാത്തിയപ്പോൾ എന്തോ ഒരു പരിപ്പ് ഒരു സാധനം അങ്ങനെ ചെറിയൊരു 2 ഇല പോലെ മുളച്ചിങ്ങ് വന്ന് നിൽക്കുക. കുഞ്ഞതേ നമ്മുടെ വീടിനൊക്കെ പരിചയുമ്പോൾ ചെറിയ ഒക്കെ മുളയ്ക്കും. ആ കുഞ്ഞ് കണ്ണി കഴിക്കാനില്ല. അത് കണ്ടുപിടിച്ചു പുള്ളി. ഇപ്പം ജിൻഡോ അച്ഛൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ മണിയുടെ പരിപാടിയൊക്കെ നടത്തുന്നവനാ ജിൻഡോ കലാഭവൻ. അപ്പോൾ അവൻ അച്ഛൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. ജിൻഡോയെ വിളിച്ചു. നേരെ അച്ഛൻ വിളിച്ചു. ജിൻഡോ ഇറങ്ങി വന്നു. കലാഭവൻ്റെ ഫ്രണ്ടിൽ ഒരു വൃക്ഷം വളരുന്നുണ്ട്, അതിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞു. കലാഭവൻ്റെ ഫ്രണ്ടിൽ സ്ലാബിൻ്റെ ഇടയ്ക്കുന്നേ സ്ലാബ് ഇട്ടേക്കുമല്ലേ റോഡിലോ, അവിടുന്ന് കുഞ്ഞ സാധനം അത് കലാഭവൻ്റെ ഫ്രണ്ടിൽ ഒരു വൃക്ഷം വളരുന്നുണ്ട്, അതിനെ സംരക്ഷിക്കൂ. അപ്പോൾ ഇവൻ നിന്നാച്ച് ഏതാ നോക്കിയപ്പം അതാ കാണിച്ചപ്പോൾ അപ്പോൾ നോക്കി അച്ഛനൊക്കെ പോയപ്പം എൻ്റെ അച്ഛാ അതായത് എന്നതാണ് 10,000-3,500 പിള്ളേർ വന്നാലേ അക്കാഡമിയല്ലേ കലാഭവൻ അക്കാഡമി. ശനിയും ഞായറും 3,500 പിള്ളേർ കയറി ഇറങ്ങുന്നുണ്ട് അവിടെ. അതിൻ്റെ ഇടയ്ക്കായി തൈ മുളച്ചേക്കണം. അത് ചവിട്ടിക്കളയായിരുന്നു. ഇവൻ 2 കുഞ്ഞ് കല്ലൊക്കെ പറക്കി വെച്ച് 2 കമ്പൊക്കെ വെച്ചിട്ട് ഇവിടെ ചവിട്ടരുതെന്നൊക്കെ എഴുതി വെച്ചു. ചവിട്ടരുത്. പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ കലാഭവൻ്റെ ഫ്രണ്ടിൽ വളരുന്ന വൃക്ഷം വളരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഇത്രേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത്രേ എന്നും എൽസി ചേച്ചി അങ്ങനത്തുള്ള സ്റ്റാഫ്സുകളുണ്ട്. അവർ വേണ്ട കലാഭവൻ്റെ ഫ്രണ്ടിൽ വളരുന്ന എല്ലാ വൃക്ഷം പൂത്തു. വലിയ ഇതായി ശിഖരമൊക്കെ വെച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കാച്ചു. ഇത്ര കഴിഞ്ഞപ്പോൾ പഴുത്തു. അച്ഛൻ വന്ന് നോക്കി 4-5 എണ്ണം കൂടി പറിച്ചു. 4-5 എണ്ണം പറിച്ചാൽ അച്ഛൻ്റെ റൂമിൽ പോയിട്ട് ഈ കണ്ടകാരി എന്നേ കണ്ടാരി എന്ന് പറയുന്ന സ്ഥലം കണ്ടകാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയുള്ള ബോൾ പോലെ കിടക്കണേ അതങ്ങാണ്ടായിരുന്നു. അതേപോലെ ഇത് പൊളിച്ചത് മേൽത്തൊലി പൊളിച്ചാൽ ഇപ്പം വെളുത്ത തൊലിയായി. അപ്പം അതേൽ കിടക്കുന്നത് ഇവർ സ്റ്റാഫുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചുമന്ന് കിടക്കണേ. അപ്പം അത് പറിച്ചോലെ കൊടുത്തെന്ന് പറയില്ലേ. അപ്പം ഇത് വെളുപ്പിച്ചോണ്ട് പോയി ഇതിൻ്റെ മോളങ്ങ് പൊളിച്ചു. ദർശിക്കുക അന്വേഷിക്കുക ഇത് ശോഭിക്കുക ഇത് പ്രസാദിന് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം അച്ഛൻ്റെ കയ്യിൽ അങ്ങ് പോയി. തിന്നു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ട് നിങ്ങൾ ആ പഴം കഴിച്ചോ? കഴിച്ചു വെച്ചോ? എന്തായാലും തലവേദന വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല ചോ. വയറ്റിന് വല്ല കംപ്ലൈൻറ്റും ഇല്ല? എന്തെങ്കിലും വിലക്കം പോലെ ഒന്നുമില്ല. അപ്പം കലാഭവൻ്റെ ഫ്രണ്ടിൽ വളരുന്ന ചെടി വിഷച്ചെടി അല്ലാന്ന് മനസ്സിലായില്ല. അതുപോലെ ഇത് ചേട്ടനാദ്യം തിന്നെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത കരക്കാരെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. തലകറക്കുവാണെങ്കിൽ അച്ഛനുണ്ടല്ലോ പുതിയ പ്രോജക്റ്റ്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞൊരു പടം കണ്ടായിരുന്നു, കണ്ടോ? മഹേഷിന്റെ പ്രതികാരം. നല്ലൊരു ഡിഫറെന്റ് ക്യാരക്ടറായിരുന്നു. ഇപ്പൊ 2-3 പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ഷാജോനെ അറിയോ? കലാഭവൻ ഷാജോൻ നായകനാകുന്ന പരീത് ഭണ്ഡാരി എന്ന് പറയുന്ന ഒരു അവാർഡ് ടൈപ്പ് പടം അതിപ്പോൾ ഇറങ്ങാൻ പോവാ. ഇപ്പോൾ
അനൗൺസ് ചെയ്തിരിക്കുന്ന പടം ഒന്ന് മൈസൂർ 150 കിലോമീറ്റർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ആരോഗ്യം. അതുകൂടാതെ കിണർ എന്ന് പറയുന്ന ഒരു പടം, മമ്മി സെഞ്ചുറിയാണ് അതിൻ്റെ ഡയറക്ഷനും പ്രൊഡ്യൂസറും ഒക്കെ.